ചാൾസ് നിയമം അഥവാ ചാൾസ് ലോ. വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്ന നിയമമാണ് ചാൾസ് നിയമം, അതായത് റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ടി. ഒരു പരീക്ഷണത്തിലൂടെ ചാൾസ് നിയമം മനസ്സിലാക്കാം. പരീക്ഷണത്തിനായി റബ്ബർ അടപ്പുള്ള ഈർപ്പരഹിതമായ ഏകദേശം ഒരു ഇഞ്ചക്ഷൻ മരുന്നിന്റെ കുപ്പിക്ക് സമാനമായ ഒരു കുപ്പി, റീഫിൽ ട്യൂബ്, മഷി എന്നിവ എടുക്കാം. ഇനി ഈ കുപ്പിയുടെ റബ്ബർ അടപ്പൂരി അതിനു മുകളിലായി കൈവശമുള്ള റീഫിൽ ട്യൂബ് ഉറപ്പിച്ചു നിർത്തി ഒരു തുള്ളി മഷി ട്യൂബിൽ നിറയ്ക്കുന്നു. എന്നിട്ട് കുപ്പി അടയ്ക്കാം. ഇനി ഈ സജ്ജീകരണത്തെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കാം. എന്താണ് നിരീക്ഷിക്കാനാവുന്നത്? ട്യൂബിലൂടെ മഷിത്തുള്ളി സാവധാനം നീങ്ങുന്നതായി കാണുന്നുണ്ടല്ലോ. എന്തായിരിക്കും ഇതിനു കാരണമെന്ന് നോക്കാം. കുപ്പിക്കകത്ത് വായു ഉണ്ടായിരിക്കുമല്ലോ. ഈ വായു ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, അതായത് വ്യാപ്തം കൂടുന്നു. ഇങ്ങനെ വികസിക്കുമ്പോൾ വായുവിന് കുപ്പിയേക്കാൾ കൂടുതൽ വ്യാപ്തം ആവശ്യമായി വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വായു റീഫിൽ ട്യൂബിലൂടെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ വായു റീഫിൽ ട്യൂബിലൂടെ മുകളിലേക്ക് ഉയരുമ്പോൾ അവിടെയുള്ള മഷിയെ വായു തള്ളി നീക്കുന്നു. ഇങ്ങനെയാണ് മഷി മുകളിലേക്ക് ഉയരുന്നത്.